ഈശോ നോട്ട് ഫ്രം ദി ബൈബിൾ എന്ന ടാഗ് ലൈനിൽ നാദിർ ഷാ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പോസ്റ്റർ കണ്ടു. അങ്ങനെയൊരു ടാഗ് ലൈൻ പോലും ആവശ്യമില്ലായിരുന്നു നാദിർ ഷാ. എന്തായാലും ക്രിസ്ത്യാനികൾ നാദിർ ഷായെ വെട്ടാനും കൊല്ലാനും ഒന്നും വരില്ല. യേശുദാസ് അങ്ങനെ എത്രയോ പേരുകൾ ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്: മറ്റൊരു മതങ്ങളിലെ പ്രവാചകരുടെയോ മതസ്ഥാപകരുടെയോ പേരിട്ട് അടുത്ത സിനിമയൊരുക്കാൻ നാദിർ ഷായ്ക്ക് ധൈര്യമുണ്ടോ? മറ്റു മതങ്ങളിലെ പ്രവാചകരുടെ പേരിൽ അനേകം പേർ ആ മതങ്ങളിലും ജീവിക്കുന്നുണ്ടല്ലോ. അവരുടെ മതഗ്രന്ഥത്തിൽ പറഞ്ഞ ആളല്ല എന്ന ഒരു ടാഗ് ലൈൻ ഇട്ടാൽ പ്രശ്നങ്ങൾ എല്ലാം തീരുമല്ലോ. ഈശോ എന്ന സിനിമ ബൈബിളിലെ യേശു അല്ലാത്തതുപോലെ ആ കഥാപാത്രത്തിന് അവരുടെ മതഗ്രന്ഥവുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കാണ് ചോദ്യം ചെയ്യാൻ അവകാശം? പറ്റില്ല അല്ലേ? അക്കാര്യം ഓർക്കുമ്പോൾ തന്നെ നാദിർ ഷായുടെ മുട്ടുകാൽ വിറയ്ക്കുന്നുണ്ട് അല്ലേ? സിനിമയ്ക്ക് ക്രിസ്ത്യൻ പേരുകൾ നൽകുന്നത് ലേറ്റസ്റ്റ് പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്നും അതിന്റെ പിന്നിൽ ചെറിയ ചില്ലറ ഉദ്ദേശങ്ങൾ ഉണ്ടെന്നും ആർക്കാണ് അറിയാത്തത്? മറ്റു മതങ്ങളിലെ പ്രവാചകരുടെയും മതസ്ഥാപകരുടെയും പേരിൽ ഒരു സിനിമ ഇറക്കിയാൽ കാലുവെട്ടുമോ കൈവെട്ടുമോ തലവെട്ടുമോ എന്ന പേടി നാദിർ ഷായ്ക്ക് സ്വാഭാവികമായും ഉണ്ടാകുമെന്നും അറിയാം. അഫ്ഗാൻകാരനായ നാസർ മുഹമ്മദ് എന്ന ഹാസ്യ നടൻ താലിബാൻ തീവ്രവാദികളാൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. ലോകം മുഴുവനും ചർച്ചയായിട്ടും കേരളത്തിലെ ചാനലുകൾ അറിഞ്ഞിട്ടില്ല. നാദിർ ഷാ അടക്കം ഒരു സിനിമാക്കാരും സാംസ്കാരിക നായകരും അറിഞ്ഞിട്ടില്ല. അതേസമയം പാലസ്തീനിൽ ബോംബ് വീണാൽ, ഉത്തരേന്ത്യയിൽ ഒരു ദാരുണ സംഭവം നടന്നാൽ അവർ സടകുടഞ്ഞ് എഴുന്നേൽക്കും. നന്മയുള്ള ലോകമേ, പ്രബുദ്ധ കേരളമേ എന്ന വായ്ത്താരികളാൽ അന്തരീക്ഷം പ്രകമ്പനം കൊള്ളും. കാര്യങ്ങൾ ഇവിടെയുള്ള ക്രൈസ്തവർക്കും പിടികിട്ടി തുടങ്ങിയിട്ടുണ്ട്. നാദിർ ഷായെ പോലെ അവരും ഉണ്ണുന്നത് ചോറ് തന്നെയല്ലേ? അതിനാൽ മുമ്പ് പറഞ്ഞ കാര്യം ചെയ്യാൻ നാദിർ ഷായ്ക്ക് ധൈര്യമില്ലെങ്കിൽ ക്രൈസ്തവർ തങ്ങളുടെ ദൈവവും രക്ഷകനുമായി കാണുന്ന ഈശോയെയും ഒന്ന് വിട്ടുപിടി മാഷേ.